ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു ഇന്ത്യൻ മൺസൂൺ ക്ലൈമറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ജോഗ്രഫിയിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ മൺസൂൺസിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. രണ്ട് തരത്തിലാണ് മൺസൂണുകൾ ഉള്ളത്. കേരളത്തിലാണ് ആദ്യം നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യമായിട്ട് വരുന്നത്. അതിന് എന്താ പേര് വിളിക്കുന്നത് നമ്മൾ മലയാളത്തിൽ? ഇടവപ്പാതി. ജൂൺ 1 നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മഴ പെയ്യുന്നതിന് എന്താണ് ഇടവപ്പാതി മഴ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദെൻ ഇത് ഈ ഒരു മൺസൂണിന്റെ ഒരു ആധിക്യം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളിലേക്ക് ആകുമ്പോൾ ഈ മൺസൂൺ തിരിച്ചു വരും. ഇറ്റ് ഈസ് കോൾഡ് ദ റിട്രീറ്റിംഗ് മൺസൂൺ ഓർ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ മൺസൂൺസ്. The monsoon, unlike the trade winds, are not steady but are pulsating in nature. മൺസൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് വിൻഡുകൾ പോലെയല്ല, അത് പൾസേറ്റിംഗ് നേച്ചർ ആണ്. മാറി മാറി വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പൾസ് പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ദെൻ ഒരു ഫുൾ സ്ട്രെച്ചിൽ എപ്പോഴുമുള്ള ട്രേഡ് വിൻഡ് എപ്പോഴുമുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ മൺസൂൺ റെയിൻഫാൾ as a declining trend with increasing distance from the sea. തീരത്ത് നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മൺസൂണിന്റെ ആധിക്യം കുറഞ്ഞു വരികയാണ്. മൺസൂണൽ റെയിൻഫാൾ ഈസ് ലാർജ്ലി ഗവേൺഡ് ബൈ റിലീഫ് ഓഫ് ഓർ ടോപ്പോഗ്രഫി. റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയര വ്യത്യാസം. ദെൻ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ആ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. ദെൻ എന്താണ്? ലാർജ്ലി ഗവേൺഡ് ബൈ ദ റിലീഫ് ഓഫ് ഓർ ടോപ്പോഗ്രഫി ആണോ? നമുക്ക് നോക്കാം. ദ റിട്രീറ്റ് ഓഫ് ദ മൺസൂൺ ഈസ് ഗ്രാജുവൽ ആൻഡ് ടേക്സ് ലോങ്ങർ ദാൻ ദ ഓൺസെറ്റ് ഓഫ് ദ മൺസൂൺ. റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചു വരുന്ന മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാജുവൽ ആൻഡ് ടേക്ക് ലോങ്ങർ, കുറച്ചും കൂടി ദീർഘമായിട്ടുള്ളതും കുറച്ചും കൂടി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാണ്ട് നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പോലെ ഒറ്റയടിക്ക് വന്ന് പെയ്തു പോവുകയല്ല. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ്? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മാത്രമാണ്. ബേസിക് കോമൺ സെൻസ് കൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് മൺസൂണിന്റെ ഡിസ്കഷനിലേക്ക് ബ്രീഫ് ആയിട്ടൊന്ന് പോകാം. ഓക്കെ, മൺസൂൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് നോർമലി പല തിയറീസും മൺസൂൺ ഫോം ചെയ്യുന്നതിലുണ്ട്. പെർട്ടിക്കുലർലി ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ജസ്റ്റ് എ വിൻഡ്. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് അടിക്കുന്ന ഒരു കാറ്റ് മാത്രമാണ്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുന്ന ഒരു കാറ്റ് മാത്രമാണ് നമ്മളുടെ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഈ മൺസൂൺ എല്ലാ കാലത്തും ഉണ്ടാകണ്ടേ? ജൂണിൽ മാത്രം വരുന്ന എന്താണ് ഇടവപ്പാതി മഴ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഈ മൺസൂണിനെ വിളിക്കുന്നത് എന്താണ്? അപ്പോ എല്ലാ കാലത്തും ഇല്ല. ഈ എല്ലാ കാലത്തും ഇല്ലാത്തതിന്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു തിയറിയിലേക്ക് നമ്മൾ എത്തിയത്. മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് വീശുന്ന ഒരു കാറ്റ് മാത്രമല്ല എന്ന് കണ്ടെത്തി. പകരം ഇത് നമ്മളുടെ ട്രേഡ് വിൻഡുകളുടെ എക്സ്റ്റൻഷൻ ആണെന്ന് കണ്ടെത്തി. എന്താണ്? ട്രേഡ് വിൻഡുകളുടെ എക്സ്റ്റൻഷൻ ആണ്. ട്രേഡ് വിൻഡുകൾ നോർമലി എവിടെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയനിലും അതിന് താഴെയുള്ള ഹൈ പ്രഷർ റീജിയനിലുമാണ് ഈ ട്രേഡ് വിൻഡുകൾ കിടന്ന് കളിക്കുന്നത്, അല്ലെ? പ്ലാനറ്ററി വിൻഡുകൾ എന്ന് നമ്മൾ അറിയപ്പെട്ടു. ലോങ് ആണ്, അതായത് 365 ദിവസവും ആ ട്രേഡ് വിൻഡുകൾ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് പ്ലാനറ്ററി വിൻഡുകൾ എന്ന് പറയുന്നത്, ജിയോ സ്റ്റേഷനറി വിൻഡുകൾ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ ഈ ട്രേഡ് വിൻഡുകൾ എന്ത് ചെയ്തു? ട്രേഡ് വിൻഡുകളുടെ എക്സ്റ്റൻഷൻ ആണ് നമ്മളുടെ മൺസൂൺ എന്ന് ചിലർ പറഞ്ഞു. അതെങ്ങനെയാണ് ട്രേഡ് വിൻഡുകളുടെ എക്സ്റ്റൻഷൻ ആകുന്നത്? സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റിനനുസരിച്ചിട്ട് നമ്മളുടെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. എന്താണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ? പേരിൽ തന്നെയുണ്ട്, കൺവേർജ് ചെയ്യുന്ന സ്ഥലം. സോ ഇന്റർ ട്രോപ്പിക്കൽ, രണ്ട് ട്രോപ്പിക്കലിന് ഇടയിലുള്ള കൺവേർജ് ചെയ്യുന്ന സ്ഥലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും അവിടെ? അത് ഒരു ലോ പ്രഷർ റീജിയൻ ആയിരിക്കും. സോ നമ്മൾ ജോഗ്രഫിയിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ദ സ്റ്റേറ്റ് ഓഫ് കൺവേർഷൻ അല്ലെങ്കിൽ ദ
ഏരിയ ഓഫ് കൺവേർഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ സ്റ്റേറ്റ് ഓഫ് ലോ പ്രഷർ റീജിയൻ. അതുകൊണ്ടാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ എന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴൊന്ന് ഓർത്തു വെക്കുക. അതായത് കാറ്റുകളെല്ലാം വന്നു ചേർന്ന്, കറന്റുകളെല്ലാം വന്നു ചേർന്ന്, വിൻഡുകളെല്ലാം വന്നു ചേർന്ന് കൺവേർജ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും ലോ പ്രഷർ റീജിയൻ ആയിരിക്കും. സോ ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺവേർജൻസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി ലോ പ്രഷർ ഏരിയ ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൈ പ്രഷർ ഏരിയ എന്ത് വരും? ഹൈ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോൺ ഓഫ് ഡൈവേർജൻസ്. ഡൈവേർജൻസ് ചെയ്യുന്ന സോണുകളെയാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോൺ ഓഫ് കൺവേർജൻസ് ആൻഡ് സോൺ ഓഫ് ഡൈവേർജൻസ്. സോ ഇക്വറ്റോറിയൽ എന്താണ്, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ കൺവേർജൻസ് സോണിനെ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് അനുസരിച്ചിട്ട് മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിരിക്കുന്ന കണ്ടോ, ഒരു വാട്ടർമാർക്ക് പോലെ. നമ്മളുടെ നോർമൽ ഇക്വേറ്റർ എവിടെയാണ്? ഈ ലെങ്തിലുള്ള നമ്മളുടെ ലെങ്തിലുള്ള ബ്ലാക്ക് ലൈൻ ആണ്. എന്നാൽ ജൂൺ 21 ഒക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ജൂൺ മാസം ആകുമ്പോഴേക്കും സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് എവിടെയായിരിക്കും? സണ്ണിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കോ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കോ? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കും. അതെങ്ങനെ ഞാൻ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണെന്ന്? സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് എളുപ്പത്തിൽ അത് പഠിക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. അതായത് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസംബറിൽ സൺ എവിടെയായിരിക്കും എന്ന് എനിക്കറിയാം. ഡിസംബറിൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ഇന്ത്യയിലും നമ്മളുടെ കാനഡയിലും USA എല്ലാം തണുപ്പ് കാലമായിരിക്കും. പക്ഷേ ക്രിസ്മസ് വെയിലത്ത് ആഘോഷിക്കുന്ന ഒരു കൺട്രി ഉണ്ട്, അതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി. സോ ക്രിസ്മസ് മറ്റേ പപ്പാനിയൊക്കെ കരോളൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര വെയിലായിരിക്കും, മഞ്ഞൊന്നും ഉണ്ടാവില്ല അവിടെ ഓസ്ട്രേലിയൻ റീജിയനുകളിൽ. കാരണം എന്താണ്? സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ നമ്മളുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും ഡിസംബർ 21 ആകുമ്പോഴേക്കും. വിച്ച് മീൻസ് നമ്മളുടെ ഓസ്ട്രേലിയൻ ടെറിട്ടറിയുടെയൊക്കെ അടുത്തുകൂടിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലായിരിക്കും സണ്ണിന്റെ പൊസിഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്? അവിടെ മഞ്ഞ് ഡിസംബറിൽ പെയ്യാത്തത്. അതുകൊണ്ട് ക്രിസ്മസ് അവർ വെയിലത്ത് ആഘോഷിക്കും. അത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദെൻ ഏത് പൊസിഷൻ ചോദിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? ഈ ഡിസംബർ വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാർച്ച് 21 സൺ എവിടെയായിരിക്കും? സോ ഡിസംബറിൽ ഇവിടെയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് കയറിയിട്ട് ഇക്വേറ്ററിന്റെ സൈഡിലേക്ക് എത്തും. ഓക്കെ, സോ മാർച്ച് 21 ഇക്വേറ്ററിന്റെ സൈഡിലായിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ഇക്വിനോക്സിസ്. ഭൂമിയുടെ ഡേ ടൈമും നൈറ്റ് ടൈമും പ്രോബബിളി ഈക്വൽ ആകുന്ന സമയം, പ്രോബബിളി ഒന്നുമല്ല, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആകുന്ന സമയത്തിനെയാണ് നമ്മൾ ഇക്വിനോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ മാർച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് കയറി സൺ എവിടെ എത്തി? ജൂൺ 21 ആയി കഴിഞ്ഞപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിന് പോകാൻ പറ്റുന്ന ഏറ്റവും എക്സ്റ്റെൻഡ് ഡിസ്റ്റൻസ് എത്തി, വിച്ച് ഈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ ഇന്ത്യയിൽ കൂടി ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്ത് തീരങ്ങളിലേക്ക് കൂടി കട്ട് ചെയ്തിട്ടാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഓക്കെ, സോ അവിടെ എത്തും എന്തിന്റെ പൊസിഷൻ? സണ്ണിന്റെ പൊസിഷൻ. സോ നോർമലി ഈ സമയത്ത് എന്ത് ചെയ്യും? നോർമലി ഈ സമയത്ത് നമ്മളുടെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, വിച്ച് ഈസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പോകും. സണ്ണിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ട്രേഡ് വിൻഡുകൾ എന്ത് ചെയ്യും? ട്രേഡ് വിൻഡുകൾ പറയാണ് ഞങ്ങൾ വരുന്നില്ല കേട്ടോ, നിങ്ങൾ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഒന്ന് കാറ്റൊക്കെ വീശിയിട്ട് നിൽക്കാം. ഇല്ല, ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകളും ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനോടൊപ്പം തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ട്രേഡ് വിൻഡുകളാണ് എന്തായിട്ട് മാറുന്നത്? മൺസൂൺ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മൺസൂൺ വിൻഡുകളായിട്ട്, മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നത്. ഓക്കെ, സോ മൺസൂൺ കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പഠിച്ചല്ലോ. ഡിഫറെന്റ് തിയറീസ് ഉണ്ട്. ഇത് മാത്രമല്ല, ടിബറ്റിയൻ ലോ പ്രഷർ വെച്ചിട്ട് ഒരു തിയറി ഉണ്ട്. ദെൻ മസ്കരീൻ ഹൈ പ്രഷർ വെച്ചിട്ട് നമ്മളുടെ ലാനിന എല്ലിനൊക്കെ കണക്ട് ചെയ്തിട്ട് മസ്കരീൻ ഹൈ പ്രഷർ വെച്ചിട്ടുള്ള ഡിഫറെന്റ് തിയറീസ് ഒക്കെ ഉണ്ട്. മസ്കരീൻ ഹൈ പ്രഷർ, ടിബറ്റിയൻ ലോ പ്രഷർ, ദെൻ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട് തിയറീസ് ഉണ്ട്. പിന്നെ പഠിക്കാൻ നമുക്ക് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. പക്ഷേ ഇതിന്റെ ഒരു ബേസിസ് ആയിട്ട് പറയുന്നത് ഈ ട്രേഡ് വിൻഡ് തിയറിയാണ്. ഓക്കെ, എന്താണ് ഈ ട്രേഡ് വിൻഡ് തിയറിയാണ്?
ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. ദ മൺസൂൺ അൺലൈക്ക് ദ ട്രേഡ് വിൻഡ്സ് ആർ നോട്ട് സ്റ്റഡി ബട്ട് ആർ പൾസേറ്റിംഗ് ഇൻ നേച്ചർ. അൺലൈക്ക് ട്രേഡ് വിൻഡ്സിനെ പോലെയല്ല, പകരം എന്താണ്? നോട്ട് സ്റ്റഡി ബട്ട് പൾസേറ്റിംഗ് ഇൻ നേച്ചർ. സ്റ്റഡി അല്ല, ട്രേഡ് വിൻഡുകൾ സ്റ്റഡി ആണെന്ന് നമ്മൾ പഠിച്ചു. സോ ട്രേഡ് വിൻഡ് തിയറി പഠിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ? ട്രേഡ് വിൻഡ് തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിരിക്കുന്നത് ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആണോ എന്നല്ലല്ലോ. അല്ല, ട്രേഡ് വിൻഡ് പോലെ സ്റ്റഡി ആണോ അല്ലയോ. സോ ട്രേഡ് വിൻഡ് പോലെ സ്റ്റഡി അല്ല എന്ത്? നമ്മളുടെ മൺസൂൺ. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരുള്ളൂ, പൾസേറ്റിംഗ് നേച്ചർ ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. Then second statement, the monsoon rainfall has a declining trend with increasing distance from the sea. അതായത് കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് കോണ്ടിനെന്റാലിറ്റി? കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് ദൂരത്തേക്ക് പോകും തോറും എന്ത് പറ്റും? നമ്മളുടെ മഴയുടെ അളവ് കുറയും. ഓക്കെ, സോ ആ ഒരു കാര്യം നമുക്ക് ബേസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. ഫോർ എക്സാമ്പിൾ, കേരള തീരത്ത് മൺസൂൺ കാറ്റ് വന്നടിക്കുന്നു, നമുക്ക് മഴ കൂടുതലായിട്ട് കിട്ടുന്നു. എന്നാൽ അവിടെ നിന്ന് ദൂരേക്ക് പോയി കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഉത്തർപ്രദേശ് റീജിയൻ, പഞ്ചാബ് റീജിയൻ, അല്ലെങ്കിൽ രാജസ്ഥാൻ റീജിയനിലൊക്കെ ദൂരേക്ക് പോയി കഴിയുമ്പോൾ അവിടെ മഴയുടെ അളവ് കുറവാണ്. സോ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടേ അത് കറക്റ്റ് ആക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രിൻസിപ്പിൾ? കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? Monsoonal rainfall is largely governed by relief or topography. Definitely ആണല്ലോ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ത് ചെയ്യുന്നു? നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിൽ പോയിട്ട് അടിക്കുന്നു. വെസ്റ്റേൺ ഗട്ട്സ് എന്താണ്? ഒരു ടോപ്പോഗ്രഫി അല്ലേ? അല്ലെങ്കിൽ ഒരു റിലീഫ് അല്ലേ? ഉയര വ്യത്യാസം ഇല്ലേ? അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രഫി അല്ലേ നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്? ഈ വെസ്റ്റേൺ ഗട്ട്സ് ഉള്ളത് കാരണം എന്ത് പറ്റുന്നില്ല? തമിഴ്നാട് റീജിയനുകളിൽ മഴ കിട്ടുന്നില്ല അല്ലെ? സോ തമിഴ്നാട് റീജിയൻ വെസ്റ്റേൺ ഗട്ട്സിന്റെ റെയിൻ ഷാഡോ റീജിയനിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ മഴ കിട്ടാത്തത്. സോ ലാർജ്ലി ഗവേൺഡ് ബൈ റിലീഫ് ഓഫ് ടോപ്പോഗ്രഫി. സോ നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, തമിഴ്നാടിന് മഴ കിട്ടുന്നില്ല, എന്നാൽ നമ്മളുടെ എന്തില്? റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുമ്പോൾ തിരിച്ചു വരുന്ന മൺസൂൺ, വിച്ച് മീൻസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, നവംബർ ഒക്ടോബർ കാലഘട്ടങ്ങൾ. അവിടെ തമിഴ്നാടിന് മഴ കിട്ടുമോ? തമിഴ്നാടിന് മഴ കിട്ടും. അതാണല്ലോ ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ബെനഫിറ്റ് മെനി പാർട്സ് ഓഫ് ദ സദേൺ പെനിൻസുല, എസ്പെഷ്യലി തമിഴ്നാടു ആൻഡ് ദ കോസ്റ്റൽ ഓഫ് റായലസീമ റീജിയൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ പത്രത്തിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടി. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then fourth statement, the retreat of the monsoon is gradual and take longer than the onset of the monsoon. So അത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഇടവപ്പാതി മഴ പെയ്യുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് അടിച്ചിട്ട് കുറച്ച് മഴകൾ അങ്ങോട്ട് പെയ്യും. ദെൻ ഒരു ചെറിയ മൺസൂൺ ബ്രേക്ക് ഉണ്ടാകും. അതിനുശേഷം വീണ്ടും മഴകൾ പെയ്യും. അങ്ങനെയല്ല ആ ഒരു റിട്രീറ്റിംഗ് മൺസൂണിന്റെ ഒരു പാറ്റേൺ. റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണമല്ലോ ഇവർക്ക് മഴ പെയ്യാനായിട്ട്. സോ വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. എന്നാൽ എന്ത് പറ്റും? സ്ലോ ആൻഡ് ഗ്രാജുവലി ആയിരിക്കും മഴ പെയ്യുന്നത്. പെട്ടെന്നൊരു മഴ പെയ്തിട്ട് ഒരു മൺസൂൺ ഡ്രോപ്പ് പെട്ടെന്ന് വീഴുകയില്ല. ഗ്രാജുവൽ ആയിട്ട് മാത്രമേ റിട്രീറ്റിംഗ് മൺസൂണിന്റെ മഴ പെയ്യുകയുള്ളൂ. സോ 4 സ്റ്റേറ്റ്മെന്റുകളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ, സോ മൺസൂണിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അഡ്വാൻസ്ഡ് തിയറീസ് ഉണ്ട്. ഓക്കെ, സോ എന്താണ്? ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ്. എങ്ങനെയാണ് ഈ ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആയത്? നമ്മളുടെ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കാരണം സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ ട്രേഡ് വിൻഡും ഒപ്പം പോകും. ഇക്വറ്റോറിയൽ നമ്മളുടെ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണും കൂടെ പോകും, ട്രേഡ് വിൻഡും കൂടെ പോകും. അപ്പോ ആ ട്രേഡ് വിൻഡുകളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ മൺസൂണിനെ കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? റിട്രീറ്റിംഗ് മൺസൂൺ എപ്പോഴാണ് സംഭവിക്കുന്നത്? റിട്രീറ്റിംഗ് മൺസൂൺ സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അല്ലെ?
സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ എവിടെയായിരിക്കും? ഞാൻ നോക്കി, ഡിസംബറിൽ ഏറ്റവും താഴെയാണ്. മാർച്ചിൽ ഇക്വേറ്ററിന്റെ അവിടെ വന്നു, ഇക്വിനോക്സിസ് സംഭവിച്ചു. നമ്മളുടെ ജൂൺ മാസമായി കഴിഞ്ഞപ്പോൾ എവിടെ സംഭവിച്ചു? നമ്മളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അവിടേക്ക് വന്നു. ദെൻ വീണ്ടും തിരിച്ചു വന്നു. സെപ്റ്റംബർ ആയപ്പോൾ വീണ്ടും ഇക്വിനോക്സിസ് വന്നു. സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്താണ് കാരണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ അന്നത്തെ വാർത്തയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ദെൻ സെപ്റ്റംബറിൽ ഇക്വേറ്ററിന്റെ അവിടെയായിരിക്കും ഇതുണ്ടാവുക, നമ്മളുടെ സൂര്യൻ ഉണ്ടാവുക. ദെൻ അതിനുശേഷം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോയി തുടങ്ങും. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും എക്സ്റ്റെന്റിൽ എത്തുന്നത് ഡിസംബർ 21 ഡിസംബർ 22 തീയതികളിലായിരിക്കും. ഓക്കെ, സോ ഈ കാലഘട്ടങ്ങളിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരാള്. പുള്ളി തിരിച്ചു വരണ്ടേ? പുള്ളി പറയാണ് ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം, ഞങ്ങൾ ഈ മോദിജിയുടെ ഗുജറാത്തിന്റെ ഒക്കെ അടുത്തായിട്ട് ഞങ്ങൾ മോദിജിയോടൊക്കെ അനുനയിച്ച് നിന്നോളാം എന്ന് പറയൊന്നുമില്ല. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് ഓണും ട്രേഡ് വിൻഡും അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങും. സോ അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് വരുന്നത്? റിട്രീറ്റിംഗ് മൺസൂൺ വരുന്നത്. സോ പോയതുപോലെ തന്നെ തിരിച്ചിറങ്ങാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ റിട്രീറ്റിംഗ് മൺസൂൺ. ഓക്കെ, സോ അതൊന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ത്യാസ് കാർബൺ ക്രെഡിറ്റ് ചലഞ്ച്. 2-3 ദിവസങ്ങളായിട്ട് എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഒരുപാട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. എന്താണ് കാരണം എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളുടെ COP 28 നടക്കാനായിട്ട് പോവുകയാണ് അല്ലെ? COP 28 ബ്രസീലിൽ നടക്കാനായിട്ട് പോവുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആർട്ടിക്കിളുകൾ വരുന്നത്. നവംബറിലാണ് മേജർലി പരിപാടികൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പോളിസി മേക്കേഴ്സ് ഒക്കെ പോകുന്നതിന് മുൻപ് അവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ ആർട്ടിക്കിളുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ കാർബൺ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാർബൺ ക്രെഡിറ്റ് എന്താണ്. നമ്മളുടെ ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ട് ജനീറയിൽ വെച്ച് നടന്ന റയോ എർത്തിന് ശേഷം ഡിഫറെന്റ് COPs നടന്നു. അതില് നമ്മളുടെ ക്യോട്ടോയിൽ വെച്ച് നടന്നിട്ടുള്ള 1997 ക്യോട്ടോയിൽ വെച്ച് നടന്നിട്ടുള്ള ക്യോട്ടോ സബ്മിറ്റില് എന്താ മേജർലി ഉണ്ടായിരുന്നത്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ദെൻ കാർബൺ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാർബൺ ഓഫ്സെറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അവിടെ വെച്ചിട്ടാണ്. ഓക്കെ, സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ന്യൂസ് അനാലിസിസിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? അതായത് നമ്മളൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എൻവിറോൺമെന്റിനെ അപ്പാട് തകർത്ത് കളയുന്ന പ്രക്രിയകളാണ് ചെയ്തത്. ഒരു ഡീ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എൻവിറോൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ അത് സാധ്യമല്ല. കാരണം എന്താണ്? ഇന്ത്യ ഇതുവരെ ഡെവലപ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് എൻവിറോൺമെന്റിനെ നശിപ്പിക്കാതെ എങ്ങനെ ഗ്രോത്ത് അറ്റൈൻ ചെയ്യാം എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെന്ത് വേണം? ഗ്രോത്തിനെ എൻവിറോൺമെന്റിൽ നിന്ന് ഡീകപ്പിൾ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട് വേർഡ് ഡീകപ്ലിംഗ്. ഡീകപ്പിൾ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? കാർബൺ ക്രെഡിറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളുകൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കാർബൺ ട്രേഡിങ്ങിന്റെ ചലഞ്ചസിനെ കുറിച്ചിട്ടാണ്. 2 എക്സാമ്പിളാണ് നമ്മളുടെ കൊറിയയും കെനിയയും തമ്മിലുള്ള 2 എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ കാർബൺ ട്രേഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നോർമലി എന്താ സംഭവിക്കുക? നമ്മളുടെ കാർബൺ എമിഷൻസ് കുറയും. ആളുകൾ എന്ത് ചെയ്യും? അഫോറസ്റ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനീസ് അഫോറസ്റ്റേഷൻ ചെയ്യും. അവര് പുറത്തുവിടുന്ന കാർബണുകൾ സീക്വസ്റ്ററൈസ് ചെയ്യാനായിട്ട്, പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രക്രിയകൾ അവർ ചെയ്യും. സോ ഇതാണ് നോർമലി കാർബൺ ട്രേഡിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ സംടൈംസ് കാർബൺ ട്രേഡിങ് ഒരു കാർബൺ കോളനൈസേഷനിലേക്ക് ആകാനായിട്ട് സാധ്യതയുണ്ട്. സോ കാർബൺ ട്രേഡിങ് ചില സമയത്ത് കോളനൈസേഷനിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് കോളനൈസേഷനിലേക്ക് നീങ്ങുക? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലയൻസ് എടുക്കുക, അംബാനിയുടെ റിലയൻസ് എടുക്കുക. അംബാനി അവർ പുറപ്പെടുവിക്കുന്ന കാർബണുകളെ സീക്വസ്റ്ററൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇവര് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറികൾക്ക് ചുറ്റും ഇവര് മരങ്ങൾ വെച്ച് പിടിപ്പിക്കും, അഫോറസ്റ്റേഷൻ ചെയ്യും. അഫോറസ്റ്റേഷൻ ചെയ്തതിനു ശേഷം ഇവര് എന്ത് ചെയ്യും? ഈ മരങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിട്ട് ഇവര് കാർബണിനെ സീക്വസ്റ്ററൈസ് ചെയ്യും. ഓക്കെ, സോ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ലാൻഡ്
ആര് നൽകും? ഗവൺമെന്റ് നൽകൂ? അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ നൽകൂ? ഇല്ല. അത് അവരുടെ കയ്യിലുള്ള ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള ലാൻഡുകളിലാണ് ഇവർ അഫോറസ്റ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇതിനുള്ള എക്സ്പെൻസ് ആര് വഹിക്കും? ഗവൺമെന്റ് വഹിക്കൂ? ഇല്ല, അതും ഈ കമ്പനി തന്നെ വഹിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അഫോറസ്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഒരു പ്ലാന്റേഷൻ കൾച്ചറിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടോ? പ്ലാന്റേഷൻ കൾച്ചറിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2 എക്സാമ്പിളുകളാണ്. ഒന്ന് സൗത്ത് കൊറിയയും 2 കെനിയയും. അവിടെ നമ്മളുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ കൾച്ചറൽ റൈറ്റുകൾ, ദെൻ വേറെ എന്താണ് അവരുടെ ഫോറസ്റ്റ് റൈറ്റുകൾ, ഇതെല്ലാം ധ്വംസിച്ചുകൊണ്ട് ഒരു എന്തിലേക്ക് പോയി? ഒരു പ്ലാന്റേഷൻ കൾച്ചറിലേക്ക് പോയി. സോ അങ്ങനെയുള്ള ഫോറസ്റ്റ് റൈറ്റുകളും ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റീസ് റൈറ്റുകളും കൃത്യമായിട്ട് കാർബൺ ട്രേഡിംഗ് അല്ലെങ്കിൽ കാർബൺ ട്രേഡിംഗ് സിസ്റ്റം ഇനേബിൾ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഒരു എൻവിറോൺമെന്റൽ കോളനൈസേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ കമ്മ്യൂണിറ്റി റൈറ്റുകൾ, ട്രാൻസ്പെറന്റ് റൂളുകൾ ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൈറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബെനഫിറ്റ്സുകൾ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. സോ ആ ഒരു കാര്യത്തെയാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകാൻ നിൽക്കണ്ട. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ചലഞ്ചസുകൾ നോക്കുക. അതിപ്പോൾ കാർബൺ ട്രേഡിംഗിന്റെ ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഫിനാൻസ് കമ്മീഷൻ. ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണല്ലോ ഫിനാൻസ് കമ്മീഷൻ. എന്താണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് തുടങ്ങാം. ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 280 പ്രകാരമാണ് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? 5 വർഷം കൂടുമ്പോഴാണ് ഒരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ എന്താണ് റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് ആണോ പ്രസിഡന്റ് മേലെ? അല്ല. ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് അഡ്വൈസറി ഇൻ നേച്ചർ ആണ്. അവർക്ക് റെക്കമെൻഡേഷൻസ് പറയാം, വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ പ്രസിഡന്റിനും പാർലമെന്റിനും അത് എടുക്കണമെങ്കിൽ എടുക്കാം. സോ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 മറക്കരുത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കൺസിഡർ ദ ഫോളോയിങ്: ഡെമോഗ്രഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഗവേണൻസ് റീഫോം, stable government, then tax and fiscal efforts for the horizontal tax devolution. The 15th Finance Commission used how many of the above criteria other than population, area and income distance? എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ടാക്സ് ഡിവോൾവ് ചെയ്യാനായിട്ട്. സെന്ററിന് ഒരുപാട് ടാക്സുകൾ കിട്ടുന്നുണ്ട്, സെന്ററിന് ഒരുപാട് പൈസകൾ കിട്ടുന്നുണ്ട്. ഇത് സ്റ്റേറ്റുകളിലേക്കും. സോ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻസ്. എന്താണ് വാക്ക്? വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. സോ സെന്ററിന് ഇത്ര രൂപ കിട്ടുന്നു, അതിന്റെ നിശ്ചിത ശതമാനം സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം. ദെൻ സ്റ്റേറ്റുകൾക്ക് പരസ്പരം ടാക്സുകൾ കിട്ടുന്നുണ്ടല്ലോ, സെന്റർ കൊടുക്കുന്ന ടാക്സുകൾ, അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റബിൾ ആക്കണം. ഫോർ എക്സാമ്പിൾ ഗുജറാത്തിന് ഇത്ര രൂപ കിട്ടുന്നു ടാക്സ് ആയിട്ട്, സെന്ററിന്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ്, അല്ലെങ്കിൽ കേരളത്തിന് ഇത്ര രൂപ കിട്ടുന്നു. അത് എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കിട്ടുന്നത്, UPക്ക് കൂടുതൽ കിട്ടുന്നത്, കേരളത്തിന് കുറവ് കിട്ടുന്നത്? സോ ഈ കാര്യങ്ങളെല്ലാം ഒരു ഇക്വിറ്റി വേണം, ഒരു തുല്യത വേണം. അതിനു വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. സോ മേജർ ആയിട്ടുള്ള എന്താണ്, മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നടത്തുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. സോ ഇങ്ങനെ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻസ് നടത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവര് ചില ടൂൾസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവല്യൂഷൻസ് നടത്തുന്നത്. അങ്ങനെ 15th ഫിനാൻസ് കമ്മീഷൻ യൂസ് ചെയ്ത ടൂളുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ബേസിക് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 280 അഡ്വൈസറി ഇൻ നേച്ചർ, 5 വർഷം പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ നടത്തി കഴിയുമ്പോൾ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കും ഇതിൽ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ചാർട്ട് നോക്കി 15th ഫിനാൻസ് കമ്മീഷനും 14th ഫിനാൻസ് കമ്മീഷനും ഇൻകം ഡിസ്റ്റൻസ്. നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയാണ്, നിങ്ങളാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് വിചാരിക്കുക. നിങ്ങൾ നോർമലി എന്തിന്റെ ബേസിലായിരിക്കും നിങ്ങൾ പൈസ ഒരാൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാക്സുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇൻകത്തിന്റെ ബേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ കേരളത്തിന് ഇൻകം കുറവാണ്, UPക്ക് ഇൻകം കൂടുതലാണ് എങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് കുറച്ച് പൈസ കൊടുക്കും. കാരണം എന്താണ്? UPക്ക് ഓൾറെഡി ഇൻകം ഉണ്ട്. സോ ഇൻകം ഡിസ്റ്റൻസ്. ദെൻ ഓഫ് കോഴ്സ് പോപ്പുലേഷൻ, അതായത് UPയിൽ പോപ്പുലേഷൻ കൂടുതലാണ്, സോ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പണം വേണം. കേരളത്തില് പോപ്പുലേഷൻ കുറവാണ്, അതുകൊണ്ട് അവർക്ക് കുറവ് പൈസ മതി. സോ അങ്ങനെ പോപ്പുലേഷന്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ദെൻ ഏരിയയുടെ സ്ഥലം വിസ്തീർണം കൂടുതലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടും നോർമൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഇത് കൂടാണ്ട് പോപ്പുലേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇൻകം ഡിസ്റ്റൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഏരിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ, സെൻട്രൽ ഒരു പൈസ കൊടുക്കുമ്പോൾ നോക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് കൂടാണ്ട് 14th ഫിനാൻസ് കമ്മീഷനും 15th ഫിനാൻസ് കമ്മീഷനും ചില അഡീഷണൽ ടൂൾസ് കൂടിയിട്ട്, അഡീഷണൽ ക്രൈറ്റീരിയാസ് കൂടിയിട്ട് എന്തിൽ വെച്ചു? നമ്മളുടെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷനിൽ അല്ലെങ്കിൽ ഇൻകം ഡെവല്യൂഷനിലേക്ക് വെച്ചു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോറസ്റ്റ് കവർ കൂടുതലാണെങ്കിൽ, വിച്ച് മീൻസ് നിങ്ങൾ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൂടുതൽ കിട്ടും? നിങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടും. എന്തിനാ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് നമ്മളുടെ എൻവിറോൺമെന്റൽ ലോസും റെഗുലേഷൻസിനും അഡ്ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻസെന്റീവ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന അടുത്ത ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരിക്കുന്നത്. ദെൻ ഡെമോഗ്രഫിക് പെർഫോമൻസ്. എന്താണ് ഡെമോഗ്രഫിക് പെർഫോമൻസ്? അതായത് ഡെമോഗ്രഫിയെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഫാമിലി പ്ലാനിങ് കൃത്യമായിട്ട് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റുകൾ. ഡെമോഗ്രഫിയെ കൺട്രോൾ ചെയ്യാനായിട്ട്, ജനനനിരക്കും മരണനിരക്കൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റുകൾ എന്ത് ചെയ്യും? അവർക്ക് ഒരു ഇൻസെന്റീവ് കൂടുതൽ കിട്ടും. സോ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഡെമോഗ്രഫിക് പെർഫോമൻസ്. 14th ഫിനാൻസ് കമ്മീഷനിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, 15th ഫിനാൻസ് കമ്മീഷനിൽ അത് കൊടുത്തു. സോ ഡെമോഗ്രഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. ദെൻ ടാക്സ് എഫേർട്ട്. നിങ്ങളുടെ സംസ്ഥാനം, ഫോർ എക്സാമ്പിൾ കേരള സംസ്ഥാനം ടാക്സ് കളക്ട് ചെയ്യുന്നതിലും ടാക്സ് അടയ്ക്കുന്നതിലും കൂടുതലായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുന്ന സംസ്ഥാനമാണ്. UP ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നതിലും ടാക്സ് അടയ്ക്കുന്നതിലും കൂടുതലായിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ടില്ല. സോ ടാക്സ് എഫേർട്ടുകൾ എടുക്കുന്ന സംസ്ഥാനത്തിന് ഒരു ഇൻസെന്റീവ് കിട്ടും. അങ്ങനെ ഈ മേഖലകളിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ വെയിറ്റേജുകൾ അല്ലെങ്കിൽ ടൂളുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അതർ ദാൻ ഇൻകം, പോപ്പുലേഷൻ ആൻഡ് ഏരിയ, വാട്ട് ആർ ദ അതർ 3 തിങ്സ് ഇൻ 15th ഫിനാൻസ് കമ്മീഷൻ? ഒന്ന് ഫോറസ്റ്റ് കവർ, എന്തിനു വേണ്ടിയിട്ട്? എക്കോളജിക്കൽ റൂൾസും റെഗുലേഷൻസും അഡ്ഹയർ ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ. ദെൻ സെക്കൻഡ് തിങ്, ഫോറസ്റ്റ് കവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെമോഗ്രഫിക് പെർഫോമൻസ്, ആളുകളുടെ എണ്ണം കൂടുകയാണ് ഇന്ത്യയിൽ, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡെമോഗ്രഫിക് പെർഫോമൻസിൽ വെൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ, അവർക്കൊരു ഇൻസെന്റീവ് കിട്ടാൻ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മളുടെ ഡെമോഗ്രഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് കവറേജ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. ദെൻ ടാക്സ് എഫേർട്ട്. നിങ്ങൾ ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ടും ടാക്സ് അടയ്ക്കാനായിട്ടും മുതിരുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടാക്സ് വരുമാനം കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ച് ഇൻസെന്റീവ് കിട്ടും. അങ്ങനെ 3 കാര്യങ്ങളാണ്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. ഡെമോഗ്രഫിക് പെർഫോമൻസ് ഉണ്ടോ? 15th ഫിനാൻസ് കമ്മീഷനിൽ ഡെമോഗ്രഫിക് പെർഫോമൻസ് ഉണ്ടോ? പെർഫോമൻസ് ഉണ്ട്. ഫോറസ്റ്റ് ആൻഡ് എക്കോളജി ഉണ്ടോ? ഫോറസ്റ്റ് ആൻഡ് എക്കോളജി ഉണ്ട്. ദെൻ ഗവർണൻസ് റീഫോം ഉണ്ടോ? ഗവർണൻസ് റീഫോം ഉണ്ടോ എന്ന് എനിക്ക് സംശയമായി. എനിക്ക് 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും അറിയാം. പോപ്പുലേഷൻ അറിയാം, ഇൻകം ഡിസ്റ്റൻസ് അറിയാം, ഏരിയ അറിയാം. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഡെമോഗ്രഫിക് പെർഫോമൻസ്, ടാക്സ് കളക്ഷൻ, ടാക്സ് എഫേർട്ടുകൾ. അതിലൊന്നും ഞാൻ ഗവർണൻസ് റീഫോം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഉറപ്പിച്ചു അതില്ല. ദെൻ സ്റ്റേബിൾ ഗവൺമെന്റ്. ബേസിക് ആയിട്ടുള്ള ബുദ്ധി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് നിങ്ങൾ പറയാണ് നിങ്ങളുടെ അവിടെ
സെന്റർ പറയാണ്, അതായത് മോദിജി പറയാണ്, മക്കളെ നിങ്ങളുടെ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, ടാക്സിൽ വലിയ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ എടുത്താണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അത് സമ്മതിക്കുവോ? സമ്മതിക്കില്ല. സോ സ്റ്റേബിൾ ഗവൺമെന്റ് എനിക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ 5 എന്ന് പറയുന്ന ഡി ഓപ്ഷൻ എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ എ ബി സി തമ്മിലാണ് കളി. ഇതില് എനിക്ക് എയും ബിയും ഉണ്ടെന്ന് അറിയാം, വിച്ച് മീൻസ് ഡെമോഗ്രഫിക് പെർഫോമൻസും ഫോറസ്റ്റ് ആൻഡ് എക്കോളജിയും ഉണ്ടെന്ന് അറിയാം. അപ്പോ ഇനി കളി ബിയും സിയും തമ്മിലാണ്. ഓൺലി അല്ല എയും ബിയും സിയും തമ്മിലാണ് കളി. ഓക്കെ, സോ ഫസ്റ്റും സെക്കൻഡും ഉണ്ടെന്ന് അറിയാം, ഫോർത്ത് ഇല്ലെന്നറിയാം. ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സ്, സോ ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സും ഉണ്ടെന്ന് അറിയാം. സോ 5ഉം ശരിയായി. ദെൻ ഗവേണൻസ് റിഫോംസ് ഇല്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായാനെ. സോ ഈ 100% വന്നതിൽ ഗവേണൻസ് റീഫോം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഗവേണൻസ് റീഫോമിനെയും ഒഴിവാക്കി കളഞ്ഞു, വിച്ച് മീൻസ് ഓൺലി 3 തിങ്സ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അഡ്വാൻസ്ഡ് ചോദ്യങ്ങളൊന്നും അല്ല, എക്കോണമിയിൽ നമ്മുടെ ഫിനാൻസ് കമ്മീഷനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പലപ്പോഴും പലരും മറന്നു പോകുന്ന ചോദ്യമാണ്, എന്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഗവർണൻസ് റീഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് സംശയം ഉണ്ടോ ഇല്ലയോ. സോ റിപ്പീറ്റഡ് റിവിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വാർത്തയിൽ വരാൻ പോകുന്ന ഒരു കാര്യം പ്രിഡിക്റ്റ് ചെയ്യാം. എന്താണ്? ദീപാവലിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച. എല്ലാവരും ദീപാവലി ആഘോഷിക്കും, പടക്കങ്ങൾ പൊട്ടിക്കും. ഡൽഹി റീജിയൻ പ്രത്യേകിച്ച് ദീപാവലി ആഘോഷിക്കും, പടക്കങ്ങൾ പൊട്ടിക്കും. എന്ത് സംഭവിക്കും? എയർ പൊല്യൂഷൻ ഹൈ റേഞ്ചിലേക്ക് കത്തി വരും. കഴിഞ്ഞ കൊല്ലമൊക്കെ 400, 450 ഒക്കെയാണ് അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്ത എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. 450 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങടേക്ക് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സ്കൂളുകൾ അടച്ചിടും, ഇതെല്ലാം സംഭവിക്കും ചിലപ്പോൾ ഈ വർഷവും. റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ UPSC പെർസ്പെക്റ്റീവില് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എന്താണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്? എയർ ക്വാളിറ്റി ഇൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്ന 8 പൊല്യൂട്ടൻസ് ഉണ്ട്. എന്താണ്? 8 കീ പൊല്യൂട്ടൻസ്. നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മറന്നുപോയതായിരിക്കും. ഓക്കെ, സോ 8 മേജർ പൊല്യൂട്ടൻസ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പെർട്ടിക്കുലേറ്റ് മാറ്റർ 10. സോ PM പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് 2 എണ്ണം ആദ്യം ചെക്ക് ചെയ്യുന്നത്. ദെൻ എന്താണ്? ആസിഡ് റെയിന് കാരണമാകുന്ന 2 ഫാക്ടേഴ്സ്. എന്താണ്? നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും. എന്തൊക്കെയാണ്? പെർട്ടിക്കുലേറ്റ് മാറ്ററും നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ദെൻ അമോണിയ, ലെഡ് എന്ന് പറയുന്ന മറ്റ് 2 കാര്യങ്ങൾ. NH3 അമോണിയ, PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്. ഓക്കെ, ദെൻ ഓസോൺ. ഓസോൺ മീൻസ് O3. ദെൻ കാർബൺ മോണോക്സൈഡ്. എന്താണ്? കാർബൺ മോണോക്സൈഡ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകണം, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ചെക്ക് ചെയ്യുന്നില്ല. എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്യുന്നില്ല. സോ അതൊരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയില്ലേ? ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. കേരള PSC ഒക്കെ ഇടക്കിടക്ക് എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, ലെഡ്. ചിലര് ഈ ലെഡും അമോണിയൊക്കെ കേൾക്കുമ്പോൾ അതില്ല എന്ന് വിചാരിക്കും, പക്ഷേ അതെന്തായാലും ഉണ്ട്. ഇല്ലെങ്കിൽ അത്രയും സ്പെസിഫിക് ആയിട്ട് അവർ ചോദിക്കില്ല. സോ ഒന്നുകൂടി പറഞ്ഞ് നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഓർത്തെ, ഏതൊക്കെയാണ് നമ്മളുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. 8 മേജർ കീ പൊല്യൂട്ടൻസിനെ അല്ലെങ്കിൽ കീ എലമെന്റ്സിനെ അവർ ചെക്ക് ചെയ്യും. ഒന്ന് പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5ഉം പെർട്ടിക്കുലേറ്റ് മാറ്റർ എത്താണ് 10ഉം ആണ് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് റെയിന് കാരണമാകുന്ന 2 പൊല്യൂട്ടന്റുകൾ, വിച്ച് മീൻസ് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. ദെൻ 2 മെറ്റൽ എലമെന്റുകൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കാത്ത, അതായത് പൊല്യൂട്ടന്റിൽ കേൾക്കാനായിട്ട് നമ്മൾ നോർമലി കേൾക്കാത്ത സാധനങ്ങൾ. എന്താണ്? ഒന്ന് അമോണിയ NH3, 2 എന്താണ്? ലെഡ് PB. ഓക്കെ, ദെൻ ഇനി 2 എണ്ണം കൂടി വേണമല്ലോ. ഇനി 2 എണ്ണം കൂടി വരുമ്പോൾ കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ? ഇല്ല. കാർബൺ മോണോക്സൈഡും ഓസോണുമാണ് ചെക്ക് ചെയ്യുന്നത്, O3. ഓക്കെ, സോ ഇങ്ങനെയുള്ള 8 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ദീപാവലിക്ക് ശേഷം പത്രത്തിൽ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എത്രയാണോ കൂടുന്നത്, അതായത് 0 to 50 ആണെങ്കിൽ ഗുഡ് എയർ ആണ്, 50 to 100 ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല എയർ ആണ്, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ
100 to 200, 200 മേലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പണിയാണ്, ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണ്. 400 മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ താമസിച്ചിട്ട് കാര്യമില്ല, സ്കൂളുകളൊക്കെ അടയ്ക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ ചെയ്യും. ഈ ബബലിക്ക് ശേഷം നമ്മളുടെ ഡൽഹി റീജിയനുകളിൽ പ്രധാനമായിട്ടും 350-നും 450-നും മേലേക്ക് എന്ത് പോകാറുണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് പോകാറുണ്ട്. സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.